എമോഷണൽ ഹെൽത്ത് ഇത് പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പരിധിവരെ പാരൻസിനെ പ്രായം ചെന്ന പാരൻസിനെ നോക്കുന്ന മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരു പക്ഷേ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലരൊക്കെ നാച്ചുറലായിട്ട് ചെയ്യുന്നുണ്ടാവും, ഈ ഓൾഡ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വിഷാദ രോഗം വരുന്നതിൻ്റെ പിന്നിലുള്ളൊരു പ്രധാന കാര്യം അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് ലോൺലിനെസ്. അവർ കുറേ ആളുകളുടെ ചുറ്റും ഇരിക്കുന്നു എന്നുള്ളതല്ല. ലോൺലിനെസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ളൊരു ഫീലിംഗ് ആണ്. ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആരുമില്ലെങ്കിലും അത് തോന്നണമെന്നില്ല, അവർ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഒരുപാട് ആൾക്കാരുടെ ഇടയിലാണെങ്കിലും അവർക്ക് വേണ്ടൊരു ഇമ്പോർട്ടൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു ലോൺലിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവരെ കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് അവരെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും അവർ പറയുന്ന കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യും. അങ്ങനെ ഇഗ്നോർ ചെയ്യാതെ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ട് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവരെ ലിസൺ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു എമോഷണലായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ അവരുടെ ഫീലിങ്സ്, നമ്മൾ ഇപ്പോൾ കൊച്ചുകുട്ടികളെ നമ്മൾ കളിയാക്കി കളയുന്നത് പോലെ അവരുടെ ഫീലിങ്സിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യാതിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. അവരെ ജഡ്ജ് ചെയ്യാതെ അവരുടെ ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക, പെരുമാറുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ എമോഷണലി അവരെ സംബന്ധിച്ചിടത്തോളം, പ്രായം ചെന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പാസ്റ്റ് അവർക്ക് പുറകിലോട്ടുണ്ട്. അവരറിയാതെ തന്നെ ഈ പാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കെല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടായിരിക്കും, നമ്മുടെ പാരൻസ് അവരുടെ അനുഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നത്. ഈ സമയത്ത് അവരെ നമ്മൾ ഡിസ്കറേജ് ചെയ്യാതെ, അതിനെ റെഫ്യൂസ് ചെയ്യാതെ അതിനെ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് എന്ന് പറയില്ലേ, അതിനെ നമ്മൾ എൻകറേജ് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവർക്ക് ഏറ്റവും അധികം മാനസികമായിട്ട് സന്തോഷം കൊടുക്കുന്നത്. അല്ല, ആ ലൈഫ് റിഫ്ലക്ഷൻ എങ്ങനെയാണ് അവർ ആ ലൈഫിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അവരുടെ മനസ്സിൽ ഇപ്പോൾ ആ ലൈഫ് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കുക. ഇനി മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ കണക്ഷൻസും അതിനുള്ള ഒരു സപ്പോർട്ടും നമ്മൾ നൽകണം. ഇപ്പോൾ അവർ പറയുകയാണ്, എനിക്കിങ്ങനെ ഒരാളെ കാണണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുമായിട്ട് സംസാരിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കോൾസ് എന്ന് പറയുന്ന ആ ഒരു സൗകര്യം പരമാവധി ഉപയോഗിക്കുക. വീഡിയോ കോൾസ് കാരണം എന്ന് വെച്ചാൽ, വീഡിയോ കോൾസ് നമ്മൾ ആ പഴയ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്ത ആൾക്കാരെ, അല്ലെങ്കിൽ കുട്ടികളെ, വേറെ ഏതെങ്കിലും വിദേശത്തുള്ള ചെറുമക്കളെയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്, വലിയൊരു കാര്യമാണ്. അവർക്കൊരു എമോഷണലി വളരെ റിലീസ്ഡ് ആകാൻ പറ്റും. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, എന്നാൽ പലരും കൺസിഡർ ചെയ്യാത്ത, ചിന്തിക്കാത്തൊരു സംഭവമാണ് ഫിസിക്കൽ ക്ലോസ്നെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഫിസിക്കൽ ക്ലോസ്നെസ്, നമ്മളിപ്പോൾ ഈ ഇടക്കാലത്ത് ഫൈൻഡിങ്സ് വന്നിട്ടുണ്ട്, ഓക്സിറ്റോസിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒരാളെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഹഗ് ചെയ്യുമ്പോഴൊക്കെ ഈ വളരെ ശരീരത്തിന് വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള ഓക്സിറ്റോസിൻ പോലുള്ള ലവ് ഹോർമോൺ എന്നാണ് എന്നെ പറയുന്നത്, അത് റെഡ്യൂസ് ചെയ്യും. അത് എന്ത് ചെയ്യുന്നു, സ്ട്രെസ്സെല്ലാം റെഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ഇതിൻ്റെ സെക്രീഷൻ വഴി നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. അത് ഇങ്ങനെ പ്രായം ചെന്ന വ്യക്തികളുടെ കൈകളൊക്കെ പിടിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ച് സംസാരിക്കുക, ജെന്റിലി മസാജ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് തോന്നുന്നത്, അവർക്കൊരു ഫീലിംഗ് ഓഫ് സേഫ്റ്റി, അല്ലെങ്കിൽ ട്രസ്റ്റ്, ലവ്, ഇതൊക്കെ ഇങ്ങനെ അവർക്ക് കൂടുതൽ 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 അവരുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. സോ ദാറ്റ് someone is still caring me, someone is still listening me എന്നുള്ള ഒരു ഫീലിംഗ്, ഒരു ബിലോങ്ങിങ്ങും, അവർക്കൊരു സെൽഫ് പ്രൈഡ്, അല്ലെങ്കിൽ ഓക്കെ ഐ ഹാവ് സം റെലവൻസ് സ്റ്റിൽ, അല്ലെങ്കിൽ എനിക്കിനി ജീവിതത്തിൽ ഇനിയും എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്ന ആൾക്കാരുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് കൂടും. അപ്പോൾ അതിന് ഒരു ഫിസിക്കലായിട്ടുള്ള ക്ലോസ്നെസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. ചില ആൾക്കാരുണ്ട്, മക്കളോ പേരക്കുട്ടികളൊക്കെ ഉണ്ട്, അവർ ഓടിച്ചെന്ന് അപ്പൂപ്പനെയും അമ്മൂമ്മയൊക്കെ ഉമ്മ വയ്ക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്നൊരു മാറ്റം, ഒരു പ്രകാശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആലിംഗനങ്ങളും, അല്ലെങ്കിൽ കൈ പിടിച്ച് സംസാരിക്കുന്നതും ഒരു ഇമോഷണലായിട്ടുള്ള ഒരു പെയിനും ആൻസൈറ്റിയും വളരെയേറെ കുറയ്ക്കാൻ സഹായിക്കുമെന്നുള്ളതാണ്. ഒരു പക്ഷേ നമുക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവില്ല, പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാവും. അതുപോലെ
ഈ ഡെമൻഷ്യ, അതായത് മെമ്മറി ലോസ് അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ ഹെൽപ്പിംഗ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് തന്നെ എടുക്കുക, ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ക്ലോസ്നെസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ്, ഇന്നത്തെ ദിവസത്തിൻ്റെ ഹീറോ ഞാനാണ് അല്ലെങ്കിൽ ഹീറോയിൻ ഞാനാണെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ എപ്പോഴായിരിക്കും ആനിവേഴ്സറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബർത്ത്ഡേയ്സ് ആയിരിക്കാം. അങ്ങനെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില ഡേയ്സ്, ചില പാർട്ടീസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും, അപ്പോൾ ഇന്ന ദിവസം ഇന്ന പ്രോഗ്രാം അമ്മയുടേതായിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛൻ്റേതായിട്ടുണ്ട്, അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെയുള്ളൊരു, അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ഹോപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും എപ്പോഴും മെൻ്റൽ ഹെൽത്തിന് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെയുള്ള ചില യാത്രകൾ, അപ്പോൾ പലപ്പോഴും പ്രായമായ ആൾക്കാരോട് അമ്മ വരുന്നോ അല്ലെങ്കിൽ അച്ഛൻ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം വേണ്ടാന്ന് പറയുന്നത് ഞാനൊരു ശല്യമാകണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്തിട്ടില്ല, വരണം, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയുമ്പോൾ അവരിലുണ്ടാകുന്നൊരു ഉത്സാഹമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതൊരു പ്രിപ്പറേഷനാണ്, ഒരു എൻതൂസിയാസമാണ്. കാരണം ബിക്കോസ് അത് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ കാണാതെ ചെയ്യുമ്പോൾ കൂടുതൽ അത് ക്യൂരിയസ് ആകുന്നതും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടുന്നതും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ലൈഫിൽ കൂടുതൽ ഡൾ ആൻഡ് മൊണോട്ടണസ് ആയിട്ടുള്ള ഡേയ്സ് കൂടുതലുള്ള ആൾക്കാരാണ് യാത്രകളും അതുപോലുള്ള ഈ സെലിബ്രേഷൻസും ഒക്കെ കൂടുതൽ എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. എല്ലാ ദിവസവും ഇത് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടൻ്റ് അല്ല. രണ്ട് മാനസികമായിട്ട് വേറൊരു തലത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഇത് വേണ്ടതല്ല. പക്ഷേ സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്, ഈ ലൈഫ് ഈവൻറ്റ്സ് ഇതുപോലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ ലോൺലിനെസ്സിനെ ട്രിഗർ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. വെറുതെ ഇരുന്ന് ടി വി തന്നെ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ബെഡിൽ കിടന്ന് മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യുക, ഒന്നും ചെയ്യാനില്ല, ആരോടും ഒന്നും സംസാരിക്കാനില്ല. അത്തരം സിറ്റുവേഷൻസിനെ മിനിമൈസ് ചെയ്യുവാനായിട്ട് പരമാവധി ഇൻട്രാക്ഷൻസ് കൊടുക്കാനായിട്ടും, ഈവൻ ഇപ്പോൾ ടെക്നോളജിക്കലി പല പ്രായം ചെന്ന ആൾക്കാർക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആകാൻ അറിഞ്ഞുകൂടായിരിക്കും, അത് പഠിപ്പിച്ചു കൊടുക്കാനുമൊക്കെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ടാക്കുക. ഇനി അതുപോലെ ഈ ഡിപ്രഷൻ സയൻസ്, വിഷാദ രോഗത്തിൻ്റെ സിംബൽസ് ചിന്തകളിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ കാണിക്കുമ്പോൾ അതിനെ നമ്മൾ എമ്പതറ്റിക്കായിട്ട് കണ്ട് അതിൻ്റെ ഒരു ക്ലിനിക്കലായിട്ടുള്ളൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ ഒരു സയൻറ്റിഫിക് സൈഡ് കൂടെ നമ്മൾ മനസ്സിലാക്കുക. എന്ത് ഡീജനറേഷൻസ് വരുമ്പോഴാണ്, ഏത് രീതിയിലുള്ള ചേഞ്ച് ആ ബ്രെയിനിൽ വരുമ്പോഴാണ് ഈ ഡിപ്രസീവ് തോട്ട്സ് വരുന്നത്. നോർമൽ തോട്ട്സും ഡിപ്രസീവ് തോട്ട്സും രണ്ടാണ്. അത് നിങ്ങൾ ഡിപ്രസീവായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ നോർമലായിട്ടിരിക്കുമ്പോൾ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. അത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അത് ഉൾക്കൊണ്ട് ആ രീതിയിൽ പെരുമാറുവാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സെക്കൻഡ് ലെവൽ ഓഫ് ചൈൽഡ്ഹുഡാണ്. ഒരുപാട് കാര്യങ്ങൾ കെയർ ആൻഡ് കൺസിഡറേഷൻ ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ ഈ ഒരു മാനസികമായിട്ട് വരുന്ന, ശാരീരികമായിട്ട് വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായ രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പുതിയ അറിവുകൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നേരത്തെ ഋത പറഞ്ഞതുപോലെ നമ്മുടെ ഈ 2 ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് പറയുന്നത് ഈ ഒരു ടുഗദർനെസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മയുടെ ഒരു തുടക്കമായിട്ട് മാത്രം കരുതിയാൽ മതി. നമ്മൾ കൂടുതൽ കൂട്ടായ്മകളും ക്ലാസ്സുകളും അവയർനെസ് ക്ലാസ്സുകളും അതുപോലെ തന്നെ യാത്രകളുമൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും അതിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക.